സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിലെ 38ാമത്തെ ദശകം 8 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ഇനി 9ാമത്തെ ശ്ലോകം, അതായത് ഭഗവത് പ്രേരണ നിമിത്തം കൃഷ്ണനെ ചെറിയ കുട്ടിയായിട്ട് യശോദേവർ കയ്യിലെടുത്ത് കൊണ്ടുപോയി എന്ന് പറയണം. 8ാമത്തെ ശ്ലോകമാണ് ഇനി പറയേണ്ടത്. തത്പ്രേരിതസ്തദനുനന്ദതനൂജയാതേ വ്യത്യാസമാരചയിതും സഖിശൂരസേനു ത്വാം ഹസ്തയോരതചിത്തവിധാര്യമാരേരംഭോരുഹർത്തകളകം സഖിശോരരമ്യം. 8ാമത്തെ ശ്ലോകം. തത്പ്രേരിത, അങ്ങയുടെ പ്രേരണ കൊണ്ട്, നന്ദതനൂജയാതേ, ശൂരസേനപുത്രനായിരിക്കുന്ന വസുദേവൻ ആകട്ടെ, ഇന്ദ്രവരുടെ പ്രേരണ അനുസരിച്ച് നന്ദഗോപരുടെ മകളുമായി, നന്ദഗോപരുടെ മകള് എന്ന് പറഞ്ഞാൽ യശോദയിലുണ്ടായിട്ടുള്ള പുത്രി, ആ പുത്രിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം, കൃഷ്ണനെ അവിടെ കൊണ്ടുപോയി കിടത്തണം. പറഞ്ഞാൽ വ്യത്യാസം ആരചയിതും, മാറ്റിക്കിടത്തുക, കൃഷ്ണനെ അവിടെ കൊണ്ടുപോയി കിടത്തുക, ആ കുട്ടിയെ, പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുപോയിട്ടും കിടത്തുക. വ്യത്യാസം ആരചയിതും, വ്യത്യാസം ആവാനായിക്കൊണ്ട്, നന്ദതനൂജ, നന്ദഗോപരുടെ മകളായ ആ സാക്ഷാൽ പരാശക്തിയാണത് ദേവി, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. സഹി ശൂരസേനു, ശൂരസൂനു, ശൂരൻ്റെ പുത്രൻ വസുദേവര് ഭഗവാനെ കയ്യിൽ എടുത്തു. എത്രയോ മഹാന്മാർ ധ്യാനാവസ്ഥയിൽ കാണുന്ന ആളാണ് ഈശ്വരൻ, അല്ലേ? അതിനെയൊക്കെ കയ്യിലെടുക്കാൻ പറ്റുമോ? ബ്രഹ്മത്തിനെയൊക്കെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ ത്വാം ഹസ്തയോരതൃത, കൈകൊണ്ട് ധരിച്ചു വശായി. ആർക്കെങ്കിലും പറ്റണ കാര്യമല്ല അത്, ഒക്കെ വസുദേവരുടെ പുണ്യം മാത്രമേ പറയാൻ പറ്റൂ. ത്വാം ഹസ്തയോരതൃത, എങ്ങനത്തെ കൃഷ്ണനെ അല്ലെങ്കിൽ ഭഗവാനെ എന്ന് അടുത്ത ശ്ലോകം. ചിത്തവിധാര്യം ആര്യൈ, ആര്യന്മാരായിട്ടുള്ള മഹാഭാഗ്യവാന്മാർ യോഗികളും അവർക്ക് തന്നെ ഹൃദയത്തിൽ കാണാനേ പറ്റൂ, തൊടാൻ പറ്റുമോ? ബ്രഹ്മത്തിനെ പിടിക്കാൻ പറ്റുമോ? മാനവേദ രാജാവിനെ അങ്ങനെ കാണിച്ചു കൊടുത്തു, ഉത്തര ഓടിയിട്ട് അങ്ങോട്ട് പിടിക്കാൻ നോക്കിയപ്പോൾ പീലി മാത്രമേ കിട്ടിയുള്ളൂ എന്നാണ്. പീലി കൊണ്ട് വളരെ ദുഃഖിച്ചു അദ്ദേഹം. ആ ഭഗവാനെ ഒന്ന് സ്പർശിക്കാൻ തനിക്ക് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. കഥകളി മുതലായിട്ടൊക്കെ അദ്ദേഹം പിന്നീട് എഴുതി ഉണ്ടാക്കിയ കൃഷ്ണനെക്കുറിച്ച് കാണാനോ പറ്റിയില്ല. ഓടിപ്പോയപ്പോഴേക്ക് പീലി കൈ കിട്ടി, ബാക്കിയൊന്നും കൊടുത്തില്ല എന്നാണ്. അപ്പോൾ ഭഗവാനെ കാണുക, തൊടുക, സ്പർശിക്കുക, ഇതൊന്നും അങ്ങനെ സാധിക്കുന്ന കാര്യമില്ല. ചിത്തവിധാര്യം ആര്യ, മനസ്സുകൊണ്ട് കാണാം, അതന്നെ ഭാഗ്യമുള്ളവർക്കേ പറ്റൂ. ആ ഭഗവാനെയാണ് വസുദേവർ എന്ത് ചെയ്തത്? സ്വന്തം തൻ്റെ മാംസ കൈകളെ കൊണ്ട് എടുത്തത്. ഇതിനൊരു ഉപമ പറഞ്ഞിരിക്കുകയാണ്. അംഭോരുഹസ്തകളകം സകിശോരരമ്യം. അംഭോരുഹസ്തം, അംഭോരുഹം താമര, താമരയുടെ നടുക്കൊരു ഹംസം ഇരിക്കുകയാണെങ്കിൽ, പക്ഷി ഇരിക്കുകയാണെങ്കിൽ, ഹംസപക്ഷിക്ക് എത്ര ഭംഗി ഉണ്ടാവും, അല്ലേ? താമരയുടെ നടുക്ക് ഹംസരിക്കുമ്പോഴേ, അതേപോലെ ഭഗവാൻ വാസുദേവരുടെ കയ്യാകുന്ന താമരയിൽ, വസുദേവരുടെ കയ്യാകുന്ന താമരയിൽ ഭഗവാനാകുന്ന പക്ഷി ഹംസം ശോഭിച്ചു എന്ന് പറയണം. തലയിൽ കൊട്ടയിലാക്കി എടുത്തു എന്നൊന്നും എവിടെയും പറയണില്ല, കൈകളിൽ എടുത്തു എന്നാണ് പറയണത്. അംഭോരുഹസ്ത കളഹംസ കിശോരരമ്യം. കളഹംസ കിശോരം, ഒരു ചെറിയ ഹംസം, വലിയ വലിപ്പമുള്ള ഹംസമല്ല അവിടെ. കളഹംസ ശിശുവിനെ പോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിശോര, കിശോരരമ്യം. കയ്യിലെടുത്തു. എങ്ങനെ എടുത്തു? ആര് പറഞ്ഞു? ഇവിടെ എടുക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല, അത് ഭഗവത് പ്രേരണയാണ്. അതാണ് സർവം ഭവത് പ്രേരണയേവ നൂനം ഭൂമൻ എന്ന് ഭട്ടതിരിപ്പാടിനെ വേറൊരുത്തിയിൽ പറഞ്ഞത്. എന്തൊക്കെ അവിടെ നമ്മൾ ചെയ്യുന്നുണ്ടോ, നല്ലതായിക്കോട്ടെ ചീത്തയായിട്ട്, അതിൻ്റെ പിന്നിൽ ഒരു ഈശ്വര പ്രേരണ ഉണ്ടാവും. ഇപ്പം നമ്മളെന്തിനാ മനുഷ്യനെ കുറ്റം പറയണം? തോന്നിയത് കാണിച്ചു എന്ന് പറഞ്ഞാലും ആ തോന്നിക്കാനൊരു ശക്തി പിന്നിലുണ്ട് എന്നാണ്. അല്ലെങ്കിൽ അവിടെ തടയപ്പെടും, അത് സംശയിക്കാനൊന്നുമില്ല. എന്തുകൊണ്ട് തടയപ്പെട്ടില്ല? ഭഗവാന്റെ പ്രേരണയാണ് അത്. ജാതാ തഥാ പശുമസത്പനിയോഗനിദ്ര
നിദ്രാഭിമുദ്രിതമധാകൃതപൗരലോകം ത്വത്പ്രേരണാത് കിമിക ചിത്രമചേതനേർയൽ ദ്വാരേ സ്വയം വ്യഘടി സംഘടിതേ സുഘാടം. ഈ ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ യാതൊരു ദേവതയെ അത് താഴ്ത്തില്ല. ദേവീ ഉപാസകർക്ക് മനോവിഷമുണ്ടാക്കുക, ശിവഭക്തന്മാർക്ക് മനോവിഷമുണ്ടാക്കിയിട്ട് കൃഷ്ണൻ്റെ മാഹാത്മ്യം പറയുക, അങ്ങനെ ഒരു സമ്പ്രദായം ഭാഗവത സമ്പ്രദായമല്ല. എല്ലാറ്റിനെയും കൂട്ടിക്കടുപ്പിച്ചിട്ടാണ് ഭാഗവതത്തിൻ്റെ ഒരു രീതി. എന്നാൽ വേറെ ചില ഗ്രന്ഥങ്ങൾ നോക്കി നോക്കൂ, അതിനെ കുറ്റം പറയില്ല, അതിൽ ചിലപ്പോൾ മറ്റുള്ളതിനെയൊക്കെ താഴ്ത്തുന്നുണ്ട്. ഇവിടെ അത് ചെയ്യില്ല. കാരണം കൃഷ്ണൻ്റെ അവതാര കാര്യങ്ങൾ നടക്കണമെങ്കിലും ദേവിയുടെ സഹായം വേണ്ടി വന്നു എന്ന നിലയ്ക്കാണ് ഇവിടെ വർണ്ണിച്ചത്. ഭാഗവതത്തിൽ വിശേഷിച്ച് പറയേണ്ട ദേവി ഗച്ഛ ദേവി വ്രജം ഭദ്രേ, ദേവി അമ്മ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം. എന്താ അത്? ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് ആ ബലരാമനെ ഒന്ന് രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റണം. ഇവിടെ 3 സ്ത്രീകളാണ് കേട്ടോ ഗർഭിണികളാവണത് ഒരേ സമയത്ത്. ഒന്ന് ദേവകി, ഒന്ന് രോഹിണി, ഒന്ന് യശോദ. യശോദ സാക്ഷാൽ പരാശക്തിയാണ് ഗർഭം ധരിക്കുന്നത്. അവരുടെയൊക്കെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ. യശോദ അത് മാറ്റുകയാണ് ചെയ്യണത്. രോഹിണിയുടെ ഗർഭത്തിലേക്ക് ബലരാമനെ മാറ്റുകയാണ് ചെയ്യണത്. ജെനറ്റിക്സിൻ്റെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. കുറച്ച് ഭാഗം ഒരു ഗർഭത്തിലും ബാക്കി ഭാഗം വേറൊരു ഗർഭത്തിലും ആക്കുന്ന ടെക്നോളജി ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? മനുഷ്യന്മാരിൽ നിന്നല്ലാതെ വേറെ ഗർഭപാത്രത്തിൽ കുട്ടികളെ സൃഷ്ടിക്കുന്നത് ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ പകുതി ഒരു ഗർഭത്തിലും വേറൊരു ഗർഭത്തിൽ മാറ്റലും ഇന്നീ കണ്ടുപിടിച്ചിട്ടില്ല. പണ്ട് നമ്മൾ അവിടെയും എത്തിയിരുന്നു. അപ്പം അത് മാറ്റാൻ യോഗമായ ദേവിയുടെ സഹായം വേണം. എന്താ? എല്ലാവരും ഉറങ്ങണം. ആരും ഇത് അറിയാൻ പാടില്ല. അറിഞ്ഞാൽ മൊത്തം പ്രശ്നമാവില്ലേ? അപ്പം അതുകൊണ്ട് ദേവി നല്ലപോലെ ഇവരെ ഒന്ന് ഉറക്കണം എന്ന് ഭഗവാൻ ആവശ്യപ്പെട്ടു. പകരം ശാരദ, അംബിക, ദുർഗ, ഭദ്രകാളി എന്നീ പേരിൽ ഭവതി ഈ ഭൂമിയിൽ ആരാധിക്കപ്പെടും. എന്നെ സഹായിച്ചത് ഒരിക്കലും വെറുതെ ആവില്ല. ദേവിക്കിപ്പോൾ തന്നെ ഭജിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നെ ഭജിച്ചത് എനിക്ക് വല്ല ഗുണമുണ്ടോ? പക്ഷേ എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കാമല്ലോ, അത് നന്നായി. തൻ്റെ അനുഗ്രഹം ഈ ലോകം ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതി ദേവി സന്തോഷിച്ച് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അതിനോടുകൂടി സഹകരിച്ച് ഒത്താശ ചെയ്തിട്ടാണ് എല്ലാവരും ഉറങ്ങിയത്. അതുകൊണ്ട് ദേവീ മഹാത്മ്യത്തിലൊരു മന്ത്രമുണ്ട്, യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ആർക്കെങ്കിലും ഉറക്കമില്ലാത്ത പ്രശ്നം ഉണ്ടച്ചാൽ, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഉറക്കമില്ലാത്തവർ, ഇത് ചെല്ലിയാൽ മതി. ഒരു 108 പ്രാവശ്യം ചെല്ലുക. അത് മുഴുവനാവണതിൻ്റെ മുമ്പ് ഉറങ്ങുന്നതാണ്. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത. ഈ ഉറക്കം ഉണ്ടാക്കണത് ആരാ? ദേവിയാണ്. ഉറക്കമില്ലാണ്ടേക്കണതും ദേവിയാണ്. അപ്പോൾ എനിക്ക് ഉറക്കം വരണം എന്ന് വിചാരിച്ചിട്ട് 108 പ്രാവശ്യം യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് ചെല്ലിയാൽ 108 പ്രാവശ്യം തികയേണ്ടി വരില്ല. അപ്പോഴൊക്കെ അയാൾ ഉറങ്ങിയിട്ടുണ്ടാവുന്ന നമ്മുടെയൊക്കെ അനുഭവമാണത്. അത് മുഴുവനാക്കണതിൻ്റെ മുമ്പ് ഉറക്കും. അതാണ് ഇവിടെ ദേവിയെ ഉറക്കാൻ വേണ്ടി എല്ലാവരും ഉറങ്ങണം എന്ന് ഭഗവാൻ ദേവിയോട് അപേക്ഷിച്ചു. ദേവി വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കൂ. ഉറക്കണതും ഉണർത്തണതും ആരാണോ? രണ്ടും ദേവിയാണ് അല്ലേ? യോഗനിദ്ര ജാതാ തഥാ പശുപസത്മനി യോഗനിദ്ര. ആ ഗോകുലത്തിലെല്ലാവരും ഉറങ്ങി, കംസൻ്റെ അവിടെ എല്ലാവരും ഉറങ്ങി. യോഗനിദ്ര എല്ലാവരും ഉറക്കത്തിൽ ആഴ്ത്തി ദേവി. ഒറ്റ ഒന്ന് വെടിപൊട്ടിയാൽ പോലും അറിയാത്ത വിധത്തിൽ ഉറക്കത്തിൽ ആഴ്ത്തി ദേവി. പിന്നെ അപ്പം നമുക്ക് ഉറക്കമുണ്ടാക്കാൻ ദേവിക്ക് വല്ല വിഷമമുണ്ടോ എന്ന് വിചാരിച്ചാൽ മതി. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത. എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുന്നുണ്ടല്ലേ? എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുകയാണ്. ഒരു അത്ഭുതമല്ലേ ആലോചിച്ചാൽ? ദേവിയാണ് അത് സൃഷ്ടിക്കുന്നത്. എന്നിട്ടോ അവരെയൊക്കെ ഉറക്കത്തിൽ നിന്ന് നിദ്രാവിമുദ്രിത മഥാകൃത പൗരലോകം. ഈ പെൺകുട്ടിയെ ഇങ്ങോട്ട് മാറ്റി കിടത്തിയപ്പോൾ ഇതിലൊക്കെ ഓരോ തത്വങ്ങളാണ് കഥയുടെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് കൊണ്ടുവരണം അറിയോ? അതാണ് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത. കഥ മാത്രമല്ല എന്നാണ്. അവിടെ ആ കൃഷ്ണനെ കിടത്തും ചെയ്തു. ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ട് കിടത്തിയ താമസം ഉണർന്നു എല്ലാവരും കണ്ടോ. അപ്പോൾ ഉണരാനും ദേവിയാണ്, ഉറങ്ങാനും ദേവിയാണ്. കാരണം ദേവി ഒട്ടും താത്തിയിട്ടില്ല ഭാഗവതം എന്നാണ്. തത് പ്രേരണാത് കിമിക ചിത്രമചേതനേറിയൽ. ഭഗവാന്റെ പ്രേരണയുണ്ട്, ആയിക്കോട്ടെ, അതും കുറയ്ക്കണ്ട. എല്ലാവരും ഉണർന്നു. ഈ മാറ്റി കിടത്തുമ്പോൾ അചേതനങ്ങളെ പോലെ ഉറങ്ങിക്കിടന്നിട്ട്
ഓമറ്റി കിടത്തൽ കഴിഞ്ഞപ്പോഴും അതാ പെട്ടെന്ന് ഉണരുകയും ചെയ്തു. ദ്വാരേ സ്വയം വെകടി സംഘടിതേ സുഗാഠം. വസുദേവർ ആ കുട്ടിയെ എടുത്തിട്ട് പുറത്തേക്കാണ്ട് ഇറങ്ങേണ്ട താമസമേ ഉള്ളൂ. വാതിൽ തന്നെ ഇങ്ങോട്ട് തുറന്നു. ഈശ്വര പ്രേരണ നിമിത്തം നല്ല കാര്യങ്ങൾക്ക് പുറപ്പെട്ടാൽ വാതിലുകൾ തന്നെ തുറക്കും. കഥയിൽ ഒരു വാതിൽ തുറന്നു എന്ന് മാത്രമായിട്ട് എന്തിനാ എടുക്കണം? അതിനെ എടുക്കണോ? വേണ്ട. വാതിലുകൾ തന്നെ തുറക്കപ്പെടും. ഉദ്യോഗം കിട്ടലായിക്കോട്ടെ, വേറൊന്നായിക്കോട്ടെ, ക്ഷേത്രം നന്നാക്കേണ്ട കാര്യമായിക്കോട്ടെ, സദുദ്ദേശത്തോടു കൂടി നമ്മളാണ്ട് പുറപ്പെട്ടാൽ ആ വാതിൽ തന്നെ തുറന്നോളും. ദ്വാരേ സ്വയം, ദ്വാരം വാതിലുകൾ. ഡോർ എന്നുള്ള ഇംഗ്ലീഷ് വാക്കുന്നാണ് ദ്വാരേ എന്ന് വന്നത്. ഇംഗ്ലീഷും സംസ്കൃതമായിട്ട് വളരെ ബന്ധമുണ്ടെന്നാണ്. ഡോർ എന്നുള്ളത് പോയിട്ട് ദ്വാരേ സ്വയം വികടി സംഘടിതൈ സുഗാഠം. കംസനത് നല്ലപോലെ ബന്ധിച്ചിരുന്നു, പക്ഷെ അതൊക്കെ അങ്ങോട്ട് തുറന്നു. ഈ ബന്ധനങ്ങളും മായകളും എപ്പോഴാണ് നമ്മളെ വിട്ടുപോവുക? കൃഷ്ണനെ തലയിലേറ്റിയാൽ. ഈശ്വരഭാവം മനസ്സിൽ വന്നാൽ മായാബന്ധം തന്നെ കുറയും. രണ്ടും കൂടി വരില്ല എന്നാണ്. രണ്ടും, ഒന്ന് പടിഞ്ഞാട്ടും ഒന്ന് കിഴക്കോട്ടും. അപ്പോൾ രണ്ടും കൂടി എങ്ങനെ വരിക? പടിഞ്ഞാട്ടും പോകണം എനിക്ക്, കിഴക്കോട്ടും പോകണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അപ്പോൾ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചതോടു കൂടിയിട്ട് എന്തുണ്ടായി? സർവ്വബന്ധനങ്ങൾ അഴിഞ്ഞു. ചങ്ങലയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു കംസൻ വസുദേവരെ, അതൊക്കെ അഴിഞ്ഞു. അടച്ച വാതിലുകളൊക്കെ ഇങ്ങോട്ട് തുറന്നു. വഴി തന്നെ തുറക്കുകയാണ്. നല്ല കാര്യത്തിനാണ് പുറപ്പെട്ടാൽ അതങ്ങോട്ട് കാണും. ശേഷേണ ഭൂരി ബണവാരിതവാരിനാഥസ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന. ഈ ഇരുട്ടല്ലേ, വെളിച്ചം കിട്ടാൻ എന്താ ചെയ്യുക? അവിടെ ടോർച്ചും ചൂട്ടും ഒന്നും വസുദേവർക്ക് കിട്ടിയില്ല. പക്ഷേ ആദിശേഷൻ തലയിൽ കുട പിടിച്ചു എന്നാണ്. ആദിശേഷൻ്റെ തലയിൽ രത്നങ്ങളുണ്ട്. രത്നങ്ങൾ രാത്രി പ്രകാശിക്കും എന്നാണ്. പണ്ട് ടോർച്ചൊന്നുമല്ല, രത്നങ്ങൾ കൊണ്ട് പ്രകാശം കിട്ടി തന്നെ വഴി കാണിച്ചു. ആരും അവിടെ കാണിക്കാണ്ടായില്ല. ശേഷേണ, ആദിശേഷനാൽ കാണിക്കപ്പെട്ടതായിട്ടുള്ള വഴി ഇതേണ്, നടന്നോളൂ എന്ന് പറഞ്ഞ് ഭൂരിഭണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന. മഴച്ചാറിൽ കൊള്ളാതെ കുട പിടിച്ചു എന്നാണ് നമ്മൾ പറയലട്ടോ. ഇവിടെ അതല്ല പറഞ്ഞത്. മഴ കൊള്ളതിനേക്കാട്ടിലും ആവശ്യം വെളിച്ചം കിട്ടുകയല്ലേ. മഴ കൊണ്ടാൽ തോർത്തി കളഞ്ഞാൽ ശരിയാവും. അത് കുറച്ചൊക്കെ മഴ കൊണ്ടുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്നാണ്. വെളിച്ചം കാണാണ്ട് എങ്ങനെ നടക്കാൻ പറ്റുമോ? അപ്പോൾ ആദിശേഷൻ തൻ്റെ ശിരസ്സിലെ രത്നങ്ങളെ കൊണ്ട് മാണിക്യം ഉണ്ടാവും എന്നാണ്. വെളിച്ചം കാണിച്ചു കൊടുത്തു. സ്വൈരം പ്രദർശിത പഥോ, കാണിച്ചു കൊടുക്കപ്പെട്ട വഴിയോട് കൂടിയിട്ട് മണിദീപ്തിതേന, മണിരത്നം. ത്വാം ധാരയൻ സകലു ധന്യതമപ്രതസ്തേ. ഭഗവാനെ കയ്യിലങ്ങനെ എടുത്തു. അല്ലേ, ഗുരുവായൂർ ശാന്തിക്കാരൻ തടമ്പും ഗുരുവായൂരപ്പനെ ഏറ്റിയിട്ട് എങ്ങനെയാണ് പ്രദക്ഷിണം വെക്കുന്നത്? ലച്ചാ ആനപ്പുറത്ത് കയറാൻ ആ ഭഗവാനെ എടുത്തിട്ട് ആനന്ദം അനുഭവിക്കുന്നത്. ഗുരുവായൂരപ്പനെ എന്നെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റണ ആനയ്ക്കും കൂടി വേണം ഭാഗ്യം എന്നാണ്. എല്ലാ ആനയ്ക്കും അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഗുരുവായൂർ കേശവൻ വളരെ കാലം ചുമന്നതാണ്. ത്വാം ധാരയൻ, ഏതെങ്കിലും കാരണവശാൽ വേറൊരു ആനയുടെ മുകളിൽ വെച്ചാൽ അത് കരയുന്നതാണ്. എനിക്ക് അതിന് സഹായിച്ചില്ലല്ലോ. അപ്പോൾ അത് കുത്തി ഉപദ്രവിക്കുകയോ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല ഗുരുവായൂർ കേശവൻ. ഒരാളെയും കൊന്നിട്ടോ ബുദ്ധിമുട്ടിച്ചിട്ടോ ഉപദ്രവിച്ചിട്ടോ ഇല്ല. സാത്വിക ബുദ്ധി അത്രേ ആനയ്ക്കും ഉണ്ടാവും അതൊക്കെ. അപ്പോൾ ഇവിടെ അതേപോലെ ത്വാം ധാരയൻ, ഭഗവാനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു പോക്ക് എത്ര ശ്രേഷ്ഠമാണെന്ന് നോക്കൂ. സകലു ധന്യതമ പ്രതസ്തേ. അർദ്ധരാത്രി വസുദേവർ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഭഗവാനെ എടുക്കാൻ. ശുദ്ധാശുദ്ധങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പമാണ്. കുളിച്ചിട്ടുണ്ടോ വസുദേവർ? എങ്ങനെ കുളിക്കാനാ? പക്ഷെ മനസ്സ് ശുദ്ധമാണ്, പിന്നെന്താ ശുദ്ധമാവേണ്ടത് ആവശ്യം? സ്വയം ത്വമീശ മമനാശയ രോഗവേഗാൻ. അങ്ങനത്തെ ഗുരുവായൂരപ്പായൻ്റെ രോഗത്തെയും കൂടി തീർക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി അവിടെ കൊണ്ടേ കിടത്തി ആ പെൺകുട്ടിയെ എടുത്ത് യോഗമായാദേവി എടുത്ത് ഇവിടേക്ക് കൊണ്ടുവരുന്ന ഭാഗമാണ് തുടർന്ന് നമുക്ക് പറയാനുള്ളത്. കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യസകലം പരസ്മൈ നാരായണായ സമർപ്പയാമി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.